Hi friends, N4TECHന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു വാട്ടർ പമ്പ് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ ലൈഫ് വർദ്ധിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊരു 1 HP മോട്ടറാണ്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ. ആദ്യം തന്നെ മോട്ടറിൻ്റെ കൂളിങ്ങിന് വേണ്ടി വൈൻഡിങ്ങിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പുതിയ മോട്ടറൊക്കെ വാങ്ങുമ്പോൾ കമ്പനിക്കാർ തന്നെ അതിൽ വെള്ളം ഒഴിച്ച് ഫില്ലാക്കിയിട്ടുണ്ടാകും. എന്നാലും നമ്മളത് ശ്രദ്ധിക്കണം, വെള്ളം കുറവുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റാക്കി കൊടുക്കണം. അല്ലെങ്കിൽ മോട്ടർ ഹീറ്റാകാനും കത്തിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ 2 തരം കൂളിങ്ങാണ് മോട്ടറുകളിൽ ഉപയോഗിക്കാറ്. ഒന്ന് ഓയിൽ കൂളിങ്ങും 2 വാട്ടർ കൂളിങ്ങുമാണ്. അത് ഏത് കൂളിങ്ങാണോ എന്ന് മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നമുക്ക് നെയിം പ്ലേറ്റ് നോക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ കഴിയും. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഹുക്കൊക്കെ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ അകത്താണ് ഇത് മോട്ടർ കെട്ടി ഇറക്കേണ്ട കയറ് കെട്ടേണ്ടത് ഈ ഹുക്കിലേക്ക് കൂടിയാണ് കെട്ടുക. അപ്പോൾ അത് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തായി നമുക്ക് ഇതിൻ്റെ ഔട്ട് പൈപ്പ് ടാങ്കിലേക്ക് എടുക്കുന്നതിന് വേണ്ടി ഗ്രീൻ ഹോസാണ് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു ഹോസ് കോളർ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഗ്രീൻ ഹോസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനൊരു ഹോസ് കോളർ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു CPയുടെ ഹോസ് കോളറാണ് എടുത്തിട്ടുള്ളത്. അത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഷെല്ലക്ക് തേച്ച് കൊടുക്കണം, ഹോസ് കോളറിലും തേച്ച് കൊടുക്കണം, അതുപോലെ തന്നെ മോട്ടറിൻ്റെ പ്ലാഞ്ചിലും നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായി ടൈറ്റ് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ത്രെഡ് സീൽ ടൈപ്പും കൂടി ചുറ്റി കൊടുക്കണം. ഹോസ് കോളർ ഫിറ്റ് ചെയ്യുന്നിടത്ത് ലീക്കൊന്നും വരാൻ പാടില്ല. ആ ലീക്ക് വന്നാൽ നമുക്ക് മനസ്സിലായി, ഇത് കിണറിൻ്റെ അടിയിലായതുകൊണ്ട് നമുക്ക് മനസ്സിലാകുകയില്ല. മുകളിലേക്ക് നമുക്ക് വിചാരിച്ചത്ര പ്രഷർ കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി നല്ല ഷെല്ലൊക്കെ തേച്ച് ത്രെഡ്സിലൊക്കെ ചുറ്റി കൊടുക്കുകയാണെങ്കിൽ അവിടെ അങ്ങനെ ലീക്ക് വരികയില്ല. നമുക്ക് പ്രഷറൊക്കെ മോട്ടറിന് എത്രയാണോ ഔട്ട് വരുന്നത് അത്രയും വെള്ളം നമുക്ക് മുകളിലേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി അത് ശ്രദ്ധിച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രിപ്പ് പ്ലെയർ ഉപയോഗിച്ചിട്ടാണ് ടൈറ്റാക്കുന്നത്. പൈപ്പ് റിഞ്ചോ അങ്ങനെ എന്തോ ഉപയോഗിച്ച് നമുക്കത് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് കിണറിലേക്ക് ഇത് കെട്ടിയിറക്കുന്നതിന് വേണ്ടി ഇതിനൊരു കയറ് കെട്ടി കൊടുക്കണം. അപ്പോൾ കയറ് കെട്ടുന്നതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലരൊക്കെ ഈ മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹുക്കിൽ മാത്രം കയറ് കെട്ടിയിട്ട് ഇത് ഇറക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഭാഗം മുൻഭാഗമോ അല്ലെങ്കിൽ പുറകുഭാഗമോ ചെരിഞ്ഞു പോവുകയാണെങ്കിൽ ഇതിൻ്റെ ബുഷ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. പെട്ടെന്ന് തേയ്മാനം വന്ന് ആ മോട്ടർ കംപ്ലൈൻ്റ് ആവും. അപ്പം ബുഷ് മാറ്റലും എല്ലാം വലിയ പണിയായി വരും. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മോട്ടറിനെ അടക്കം ഇത് കയറ് കൊണ്ട് തന്നെ കെട്ടും. അത് ഇതിൽ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കുറച്ച് അളവ് കയറ് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഇത് കെട്ടി കഴിയുമ്പോൾ അത് മനസ്സിലാവും. അത് നമ്മൾ അടിയിലേക്ക് കൂടി തന്നെ ഇട്ട് മോട്ടറിനെ ഈ ഹുക്ക് മാത്രമല്ല മോട്ടറിന് വേറെ തന്നെ അടിയിലേക്ക് കൂടി ഇട്ട് കെട്ടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളിതിന് കയറ് കെട്ടിക്കൊടുക്കുമ്പോൾ ഇത് മോട്ടറിൻ്റെ വെയ്റ്റിൻ്റെ സെൻറ്ററിലേക്ക് ഇതിൻ്റെ കയറ് കെട്ട് വരണം. അപ്പോൾ ഈ കെട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കെട്ടാണ്. ഇത് കെട്ടി ഇതൊന്ന് ഉയർത്തി നോക്കുക. അപ്പോൾ മനസ്സിലാവും. ഇതൊന്ന് ഉയർത്തി നോക്കിയാൽ ഇത് കണ്ട ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ കയറിനൊന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പുറകിലോട്ടാക്കിയാൽ കറക്റ്റ് വെയിറ്റ് സെൻട്രലായിട്ട് വരും ഇത്. അപ്പോൾ മോട്ടർ ലെവലിൽ നിൽക്കും. കിണറിൽ കെട്ടിയാൽ മോട്ടർ ലെവലായിട്ട് നിൽക്കും. അങ്ങനെയാകുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും അതിൻ്റെ ബുഷ് തേയ്മാനം വരില്ല. ഒരു ഭാഗം ചെരിയുകയാണെങ്കിൽ ബുഷിന് തേയ്മാനം കൂടും, മോട്ടർ പിടിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുഷ് പോവും. അപ്പോൾ ഇതുപോലെ അടിയിലേക്ക് കൂടി ഒരു കെട്ട് കെട്ടുകയാണെങ്കിൽ ആ ഊക്കൊക്കെ പെട്ടെന്ന് ദ്രവിച്ചു പോകും. അപ്പോൾ ഊക്ക് ദ്രവിച്ചു പോയാലും മോട്ടർ കയറുമ്പോൾ തന്നെ ഉണ്ടാവും. കയറുമ്പോൾ തന്നെ കെട്ടി അതേ സെൻറ്ററിൽ തന്നെ നിൽക്കുകയും ചെയ്യും, ചെരിഞ്ഞു പോവുകയില്ല. നമ്മളിതിൻ്റെ അടിയിലേക്ക് കെട്ടിയ കയറ് മുന്നോട്ടോ ബാക്കോട്ടോ ആകാതിരിക്കാൻ വേണ്ടി നമ്മളത് കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ കെട്ടിക്കൊടുക്കുന്നത് ഇതുപോലെ കേബിൾ ടൈ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് പഴയ വയറോ അല്ലെങ്കിൽ എന്ത് സാധനമാണോ നിങ്ങൾക്ക് കെട്ടാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ഇത് ടൈറ്റാക്കി 4 സൈഡിലും കെട്ടിക്കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ മോട്ടറിന് കയറ് കെട്ടുന്നത് നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ മോട്ടർ കുറച്ച് കാലം കൂടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരാതെ കുറച്ച് കാലം കൂടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വയറും നമ്മൾ ശ്രദ്ധിക്കണം. വയറും അതുപോലെ തന്നെ നേരെ മേലോട്ടേക്ക് വിടാൻ പാടില്ല. കുറച്ച് ലൂസ് അവിടെ വെച്ചിട്ട് അതും കേബിൾ ടൈ ഉപയോഗിച്ചിട്ട് 2 കെട്ട് താഴെ കൊടുത്തിട്ട് കുറച്ച് ലൂസ് അവിടെ വെക്കണം. അതായത് വയറ് മേലെ നിന്ന് വലിക്കുകയാണെങ്കിൽ മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് വലിഞ്ഞു വരാത്ത വിധത്തിൽ ആയിരിക്കണം നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു കെട്ട് അവിടെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഹോസ് കോളറിൻ്റെ അടിയിലായിട്ട് ഒരു കെട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ വയറ് പിടിച്ച് വലിച്ചാലും നമ്മൾ മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് വയർ ഇങ്ങോട്ടേക്ക് വരില്ല. അവിടെ നിന്ന് കുറച്ച് ലൂസ് അവിടെ നിന്നോളൂ. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ കെട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ കെട്ടിക്കൊടുത്ത് മുകളിലേക്ക് അങ്ങ് വിട്ടാൽ മതി.
പിന്നെ പൈപ്പിൻ്റെ കൂട്ടത്തിൽ ഇത് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പൈപ്പ് നമ്മൾ ലോഡ് വെള്ളം ഓണാക്കുമ്പോൾ ലോഡ് വരുമ്പോൾ പൈപ്പ് ചെറുങ്ങനെ അവിടെ മടങ്ങും. ആ മടങ്ങുന്ന സ്ഥലത്ത് ലോഡ് മൊത്തം വയറായിരിക്കും താങ്ങുക. അപ്പോൾ പൈപ്പ് ഫ്രീ ആയിട്ട് വിട്ടു കൊടുക്കുക, വയറും ഫ്രീ ആയിട്ട് തന്നെ വിട്ടു കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിന് ഓസ് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓസ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന് കുറച്ച് ഷെല്ലൊക്കെ ഓസ് കൂളറിൻ്റെ മേലെ തേച്ച് കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിലായിരിക്കണം ഓസ് ഫിറ്റ് ചെയ്യേണ്ടത്. അതും ഇങ്ങനെ ലീക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷെല്ലൊക്കെ തേച്ച് കൊടുക്കുന്നത്. അതുപോലെ ഒരു ഓസ് ക്ലിപ്പ് ഇട്ട് കൊടുക്കണം. ഇതുപോലത്തെ ഓസ് ക്ലിപ്പ് വാങ്ങാൻ കിട്ടും. ആ ഓസ് ക്ലിപ്പ് ഇതിനിട്ട് ടൈറ്റാക്കി കൊടുക്കണം. അപ്പം ഓസ് അങ്ങനെ ഇതിൻ്റെ ഒന്നും ഊരി വരില്ല. ഇതുപോലെ ഫിറ്റാക്കി കൊടുക്കണം. ഇത് ഫിറ്റാക്കാൻ നേരിട്ട് അങ്ങനെ ഫിറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ ചെറുങ്ങനെ ഇത് പൈപ്പ് ചൂടാക്കി കൊടുക്കണം. ഇതിൻ്റെ അറ്റം കുറച്ച് ചൂടാക്കിയാൽ ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെറിയ ചൂട് മതി, അധികം ഓവർ ചൂടായി പോകാനും പാടില്ല. അധികം ഓവർ ചൂടായി ഇത് ഒട്ടിപ്പോകും. അപ്പോൾ ഇത് കറക്റ്റ് ചൂട് നോക്കി ഇതുപോലെ ഫിറ്റാക്കാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ആ ഓസ് കോളറും കൂടി അങ്ങിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് ടൈറ്റായി കൊടുക്കുക. ഇവിടെ നമുക്ക് മോട്ടറിൻ്റെ കൂടെ കിട്ടിയത് 10 മീറ്റർ സബ് കേബിളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് 8 മീറ്റർ കേബിളും കൂടി ജോയിൻ്റ് അടിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ജോയിൻ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പം ജോയിൻ്റ് അടിക്കുമ്പോൾ ഇതിന് വാട്ടർ പ്രൂഫ് ടാപ്പ് ചുറ്റി തന്നെ ജോയിൻ്റ് അടിക്കാൻ ശ്രദ്ധിക്കണം. ഇത് വെള്ളത്തിലൊക്കെ ഇടുന്ന വയറായതുകൊണ്ട് ലീക്കേജ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വാട്ടർ പ്രൂഫ് ടാപ്പ് ചുറ്റി തന്നെ ജോയിൻ്റ് അടിക്കണം. പിന്നെ 3 ജോയിൻറ്റും ഒരു സ്ഥലത്ത് വരാതെയും നോക്കണം. ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ ജോയിൻ്റ് വരേണ്ടത്. 3 സ്ഥലത്തായിരിക്കണം ജോയിൻ്റ് വരേണ്ടത്. അതുപോലെ ഇത് ജോയിൻ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലും വാട്ടർ പ്രൂഫിൻ്റെ ടാപ്പ് ചുറ്റി കൊടുക്കണം, നന്നായി ചുറ്റി കൊടുക്കണം. ഇതുപോലെ ചുറ്റിയെടുക്കണം അത്. അതിനുശേഷം അതിൻ്റെ മേലെ ഇൻസുലേഷൻ ടാപ്പും കൂടി ചുറ്റി കൊടുക്കണം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.